ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 42-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, വ്യഥയും വേദനയും മനസ്സിനെ മഥിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന സഹോദരങ്ങൾ പോലും പതറിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന ബലഹീനമായ സന്ദർഭങ്ങളിൽ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുവാനോ, വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാനോ, ആശ്വാസം പകരുവാനോ ആരെയും കണ്ടില്ലെന്നിരിക്കും. അന്തരാത്മാവിൽ ദുഃഖവും പേറിക്കൊണ്ട് മുമ്പോട്ടു പോകുന്ന ദുർബല സാഹചര്യങ്ങളെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നേരിടുന്ന സങ്കീർത്തനക്കാരൻ നമ്മുടെ ആത്മീയ യാത്രയിൽ മാതൃകയാകണം. യെരൂശലേം ദൈവാലയത്തിൽ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുവാൻ 42-ാം സങ്കീർത്തനത്തിന്റെ രചയിതാവ് ആഗ്രഹിച്ചുവെങ്കിലും താൻ വിദൂരത്തായിരുന്നതിനാലും തന്നോടൊപ്പമുള്ളവർ അതിന് താൽപര്യമില്ലാത്തവർ ആയിരുന്നതിനാലും അവൻ വ്യാകുലചിത്തനായി ഏകാകിയായി പ്രാർത്ഥിക്കുന്നു. ദുഃഖഭാരത്താൽ വ്യാകുലപ്പെടുന്ന തന്റെ ആത്മാവിനോട് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എന്റെ ആത്മാവേ, നീ എന്തിന് ആവലാതിപ്പെടുന്നു, വിഷാദിക്കുന്നു? എന്നിട്ട് വിഷാദിക്കുന്ന അന്തരാത്മാവിനോട് സ്വയം കൽപ്പിക്കുന്നു, ദൈവത്തെ കാത്തിരിക്കുക, കൂടാതെ ഞാൻ ഇനിയും എന്റെ മുഖത്തെ രക്ഷിക്കുന്നവനായ ദൈവത്തെ സ്തോത്രം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ഇവ തന്നെ ആവർത്തിച്ച് തന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. സങ്കീർത്തനം 42-11. അത്യുന്നതനായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതിധ്വനിയാണ് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് ഈ സങ്കീർത്തനക്കാരനെ ഉയർത്തിയത്. സഹോദര സഹോദരി, അന്തരാത്മാവിൽ ദുഃഖഭാരങ്ങളുമായി പ്രത്യാശ തകർന്ന അവസ്ഥയിലാണോ നീ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നത്? എങ്കിൽ സങ്കീർത്തനക്കാരനെ പോലെ നീ എന്തിന് ആവലാതിപ്പെടുന്നുവെന്ന് നിന്നോട് തന്നെ ചോദിക്കൂ. എന്നിട്ട് നിന്റെ മുഖത്തെ ആദരിക്കുന്ന, രക്ഷിക്കുന്ന ദൈവത്തിനായി കാത്തിരുന്ന് സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. നിന്റെ സ്തോത്രയാഗത്തിൽ നിന്നിലുള്ള വിഷാദം കത്തിക്കരിഞ്ഞു പോകും.